ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളിലെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ റൂട്ട് 2 എന്താണ്, റൂട്ട് 3 എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതൊന്ന് നമുക്ക് വരച്ചും കൂടെ ഒന്ന് നോക്കാം. അതായത് ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ബേസും, അതായത് സെൻറ്റിമീറ്റർ ആണെങ്കിലും ഇഞ്ചാണെങ്കിലും മീറ്റർ ആണെങ്കിലും ഏത് വേണമെങ്കിലും യൂണിറ്റ് എടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു യൂണിറ്റ് ഹൈറ്റും ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മട്ടത്രികോണമാണ്. ഇവിടെ 90 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കാം. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് 2 കിട്ടും. കാരണം എന്താണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. അപ്പം കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം ഇവിടെ 1ഉം, അപ്പോൾ 1 സ്ക്വയറും ഉയരം 1 ആണ്. ബേസും ഹൈറ്റും 1 ആണ്. അപ്പോൾ 1 + 1 എന്ന് വന്നു, അതായത് 2 വന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് റൂട്ട് ഇടും. അപ്പോൾ റൂട്ട് 2 യൂണിറ്റ് എന്ന് കിട്ടും. അതായത് ഇങ്ങനെ ഒരു യൂണിറ്റ് ബേസും ഒരു യൂണിറ്റ് ഹൈറ്റുമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം റൂട്ട് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് റൂട്ട് 2. ഇനി നമ്മൾ റൂട്ട് 2 ഹൈറ്റായിട്ടും ബേസ് 1 യൂണിറ്റും വരച്ച് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് 3 കിട്ടും. അപ്പം നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് വേണം റൈറ്റ് ആംഗിൾ വരയ്ക്കാനായിട്ട്. അപ്പം ഇതും ഒരു യൂണിറ്റ് തന്നെ എടുക്കണം. അപ്പം നമുക്ക് നോക്കാം ഹൈപ്പോട്ടന്യൂസ് എത്ര വരുമെന്ന് നോക്കാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു അഥവാ കർണം സ്ക്വയർ ഈക്വൽ ടു ബേസ് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ, ഹൈറ്റ് റൂട്ട് 2 ആണ്, ഉയരം. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. 1 + 2 3 എന്ന് വന്നു. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് റൂട്ട് 3 ആയല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ നീളം, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈപ്പോട്ടന്യൂസ് ഇതാണ് റൂട്ട് 3. ഇനി നമുക്ക് റൂട്ട് 4 വേണം. റൂട്ട് 4 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അതിന് വേണ്ടി ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കും. അതായത് ബേസ് 1 യൂണിറ്റും ഹൈറ്റ് റൂട്ട് 3യും എടുക്കുന്നു. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ബേസ് 1 ആകുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ഹൈറ്റ് റൂട്ട് 3. അപ്പോൾ റൂട്ട് 3യുടെ സ്ക്വയർ 1 + 3 എന്ന് വന്നാൽ 1 + 3 4 അല്ലേ. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കർണം എന്ന് പറയുന്നത് റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കണം, മട്ടത്രികോണം ഉണ്ടാക്കണം. പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി എടുത്ത് ബേസ് ഒരു യൂണിറ്റ് തന്നെ ആക്കണം. അപ്പോൾ ഈ ബേസ് ഒരു യൂണിറ്റ് ആണ്. ഇനി ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പം റൂട്ട് 4 വരും അഥവാ 2 വരും. അപ്പോൾ ഇതാണ് റൂട്ട് 4 അഥവാ 2. അപ്പോൾ ആദ്യത്തത് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4. ഇനി ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ റൂട്ട് 5 വരും, പിന്നെ റൂട്ട് 6 വരും. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം അഥവാ നേർവരയിൽ റെപ്രസെൻ്റ് ചെയ്യണം, അടയാളപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിങ്ങനെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായിട്ടാണല്ലോ ഓരോ റൂട്ട് നമ്പരും വന്നിരിക്കുന്നത് അല്ലേ. ഇത് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ എടുക്കാം, 1 ഇഞ്ച് എടുക്കാം, എന്താണെങ്കിലും 0 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 വരെ എത്തുമ്പോഴാണ് ഒരു യൂണിറ്റ് അല്ലേ. അപ്പോൾ നമ്പർ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിനെ അങ്ങ് നീട്ടി വരച്ചാൽ പോരെ, നമ്പർ ലൈൻ ആയില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നമ്പർ ലൈൻ ആയിട്ട് എടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇത് 0 ആയി, ഇത് 1 ആയി. ഇനി റൂട്ട് 2ൻ്റെ നീളം നമുക്ക് കോമ്പസിൽ അളന്നെടുക്കണം. കണ്ടോ, റൂട്ട് 2ൻ്റെ നീളം നമ്മൾ കോമ്പസിൽ അളന്നെടുത്തിട്ട് 0യിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. കാരണം റൂട്ട് 2 എന്ന് പറയുന്നത് ചെരിഞ്ഞിരിക്കുന്ന അളവാണ്. അതിനെ നേരെ നമുക്ക് ആക്കി മാർക്ക് ചെയ്യണം. അപ്പോൾ റൂട്ട് 2ൻ്റെ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഈ 0യിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. കണ്ടല്ലോ, ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതാണ് റൂട്ട് 2. മനസ്സിലായല്ലോ. ഇനി റൂട്ട് 3 വേണമെങ്കിലും അതേപോലെ തന്നെ കോമ്പസിൽ ഈ ഹൈപ്പോട്ടന്യൂസ്, രണ്ടാമത് കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസിൻ്റെ അളവ് കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് 0യിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. അപ്പം ഇതാണ് റൂട്ട് 3.
ക്ലിയർ ആവുന്നുണ്ടോ? ഇനി √4 എന്ന് പറയുന്നത് 2 ആണ്, നമുക്കറിയാം. അത് 2 യൂണിറ്റ് ആണ്. നമുക്ക് സ്കെയിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം, വേണമെങ്കിൽ കോമ്പസ് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഇതാണല്ലോ √4 അഥവാ 2. അതിവിടെ മാർക്ക് ചെയ്യുക. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ടല്ലോ? അപ്പം ഇതാണ് 2. ഞാൻ മുകളിൽ എഴുതുകയാണ് 2 അഥവാ √4. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ് √2ഉം √3യും കിടക്കുന്നതെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ടും കിട്ടിയല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് √2ഉം √3യും നമ്പർ ലൈനിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. കോമ്പസ് വെച്ചിട്ട് ഈ കർണത്തിൻ്റെ അളവെടുത്ത് 0യിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തുക. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പേജ് നമ്പർ 30യിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യാം. അതിന് ഈ ഫിഗറാണ് ആ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അതിൽ ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്. ഇവിടെ 3 എണ്ണം അല്ലേ ഉള്ളൂ. 4ാമത് ഒരു ട്രയാങ്കിളും കൂടെ അതിൽ വരച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? √2 കിട്ടി, √3 കിട്ടി, √4 കിട്ടി, അടുത്തത് √5. അപ്പോൾ ഇവിടെ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് 1 യൂണിറ്റ് 90 ഡിഗ്രി ആക്കി 1 യൂണിറ്റ് അടയാളപ്പെടുത്തണം. കണ്ടല്ലോ? ഇത് 1 യൂണിറ്റ് ആണ്. ഇനി നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ √5 കിട്ടും. അപ്പോൾ ഇതാണ് √5. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ ഫിഗർ റെഡിയാക്കി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ? അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൽ ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണല്ലോ. അപ്പോൾ ഇതിൽ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇങ്ങനെ 10 ത്രികോണങ്ങൾ തുടർച്ചയായിട്ട് പോകുന്നതിൽ 10ാമത്തെ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 1ാമത്തെ ട്രയാങ്കിളിൽ എന്താ വശങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ വശങ്ങൾ 3 വേണം അല്ലേ? 1 1 √2 ആണല്ലോ. 1 1 √2. ഇനി 2ാമത്തെ ട്രയാങ്കിളിൽ 1 √2 √3 ശരിയല്ലേ? 1 √2 √3. ഇനി 3ാമത്തെ ട്രയാങ്കിളിൽ, അതായത് ഈ ട്രയാങ്കിളിൽ ആദ്യം 1, പിന്നെ √3, പിന്നെ √4. √4ന് 2 എന്ന് എഴുതാം. ഇനി √4 എന്ന് ഇട്ടാലും മതി. ഇനി അടുത്ത ട്രയാങ്കിൾ 4ാമത്തെ ട്രയാങ്കിളിൽ 1 √4 √5 ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അങ്ങനെ 10ാമത്തെ ട്രയാങ്കിളിൽ വേണം. അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൽ എന്ത് വരും? ആദ്യത്തെ 1, പിന്നെ 1ാമത്തേൽ √1. √1 തന്നെയാണ് 1. √2 √3 √4 അങ്ങനെയാണ് വരും. അപ്പം 10ാമത്തേൽ √10, അടുത്തത് √11. ഒന്ന് കൂടുതലല്ലേ? നോക്കിക്ക്, എല്ലാം ഒന്ന് കൂടിയാണ് വരുന്നത്. അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ 10ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളമാണ് 1 √10 √11. ഇനി അതിനകത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദ 9th ട്രയാങ്കിൾ? അപ്പോൾ 9ാമത്തെ ട്രയാങ്കിളിൻ്റെ വശങ്ങളും കൂടെ കണ്ടുപിടിക്കേണ്ട ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് 9ാമത്തെ ത്രികോണത്തിൻ്റെയും 10ാമത്തെ ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്ത് വരും? 1 √9 √10 അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചുറ്റളവ് കാണണം. അപ്പോൾ 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്ര വരും? അഥവാ ചുറ്റളവ് ഈക്വൽ ടു 1 + √9 + √10. ഈ √9 എത്രയാണ്? √4 2 ആണ്. അപ്പോൾ √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 1 + 3 + √10. 1 + 3 എന്ന് പറഞ്ഞാൽ 4 + √10 എന്ന് എഴുതാമല്ലോ. ഇനി 10ാമത്തതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്ര വരുമെന്ന് നോക്കാം. ചുറ്റളവ് സമം 1 + √10 + √11. ഇത് തമ്മിൽ നമുക്ക് കൂട്ടാൻ പറ്റുകയില്ല. അപ്പോൾ 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തിനേക്കാളിൽ എത്ര ചുറ്റളവ് കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളിൽ എത്ര ലാർജറാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാർജർ 10th ആണല്ലോ. അപ്പോൾ 10th പെരിമീറ്ററിൽ നിന്ന് 9th പെരിമീറ്ററിനെ കുറച്ചാൽ പോരെ? 10ാമത്തതിൻ്റെ ചുറ്റളവിൽ നിന്ന് 9ാമത്തതിൻ്റെ ചുറ്റളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഡിഫറൻസ് ഇൻ പെരിമീറ്റർ അഥവാ വ്യത്യാസം, ചുറ്റളവുകളിലെ വ്യത്യാസം സമം
1 പ്ലസ് √10 പ്ലസ് √11 മൈനസ് എന്ത് കുറയ്ക്കണം? 4 പ്ലസ് √10 കുറയ്ക്കണം. നമ്മുടെ സബ്ട്രാക്ഷൻ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റിലെ ഓരോന്നിൻ്റെയും ചിഹ്നം മാറ്റണം. 4ൻ്റെ ചിഹ്നം പ്ലസ് ആണ്, അത് മാറി മൈനസ് ആകും. √10ൻ്റെ ചിഹ്നം പ്ലസ് ആണ്, അതും മാറി മൈനസ് ആകും. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഇടുകയല്ല. അപ്പോൾ ആദ്യത്തെ അതേപോലെ എഴുതി 1 പ്ലസ് √10 പ്ലസ് √11 അതേപോലെ എഴുതി. എന്നിട്ട് ഈ 4 എന്താവും? -4 ആവും. പ്ലസ് √10 എന്താവും? -√10 ആകും. ഈ പ്ലസ് √10ഉം -√10ഉം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 1 - 4 എത്രയാണ്? -3. -3 പ്ലസ് √11. അപ്പോൾ ഇത്രയും കൂടുതലാണ് ആരേക്കാളിലും 9ാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ ഇത്രയും കൂടുതലാണ് ആരുടെ ചുറ്റളവ്? 10ാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 cm ആൻഡ് √3 cm? ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്? അതായത് ലംബവശങ്ങൾ √2 cm √3 cm ആയ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ √2ഉം √3യുമാണ് ലംബവശങ്ങൾ അഥവാ പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഇത് √2ഉം ഇത് √3യുമായിട്ട് നമുക്ക് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ പൈതഗോറസ് തിയറം അഥവാ പൈതഗോറസ് തത്വം ഉപയോഗിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അഥവാ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ. അപ്പോൾ പാദം അഥവാ ബേസ് √2 ആണ്. അപ്പോൾ √2ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ √3യുടെ സ്ക്വയർ കൂട്ടണം. ഞാൻ പറഞ്ഞു റൂട്ടും സ്ക്വയറും കൂടെ ഉള്ളപ്പം ആ നമ്പർ മാത്രം എഴുതുക. +3. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വന്നു? ഇത് 2 + 3 5 ആണല്ലോ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വന്നു? ഈ സ്ക്വയർ കളയാൻ വേണ്ടി ഇവിടെ റൂട്ട് ഇടണം. അപ്പോൾ √5 എന്ന് കിട്ടി. √5 cm ആണല്ലോ. അപ്പോൾ 1ാമത്തെ പാർട്ടിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയാലും ഇനി 2ാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സമ്മ് ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? അതായത് ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? കർണം ഇപ്പം നമുക്ക് √5 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ലംബവശങ്ങളുടെ തുക സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് സം എത്ര വന്നു? √2 + √3 ആണ് അല്ലേ തുക, ലംബവശങ്ങളുടെ തുക. ഇത് നമുക്ക് കൂട്ടി എഴുതാൻ പറ്റുകയല്ല. √5 അല്ല ഇതിൻ്റെ വാല്യൂ. √2 + √3 എന്ന് പറയുന്നത് √2 + √3 ആയിട്ട് തന്നെ എഴുതുക. ഇനി നമുക്ക് ഡെസിമലിൽ വേണമെങ്കിൽ എഴുതാം. 1.4142 ഇത് 1.732 അങ്ങനെ എഴുതാം. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 1.4142 + 1.7320. ഇനി ഇത് നമ്മൾ കൂട്ടാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഡെസിമൽ പോയിന്റ് താഴെ എഴുതണം. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 3.1462 cm കിട്ടി. ഇനി √5ൻ്റെ വാല്യൂ കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2.2360. എക്സെട്ര ഉണ്ട്. എക്സെട്ര ഇടാതെ എഴുതുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കണം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസമാണല്ലോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിഫറൻസ് അഥവാ വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 3.1462 മൈനസ് ഈ √5ൻ്റെ വാല്യൂ 2.2360. അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ 0.9102 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. 2 എഴുതി പഠിക്കുക. പിന്നെ √2, √3, √5ൻ്റെ വാല്യൂസ് ഓർത്ത് വെക്കുക.